Hello students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് പ്ലസ് 2 സുവോളജി സെക്ഷനിലുള്ള ആദ്യത്തെ ചാപ്റ്റർ ആണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, പിന്നെ ഗമറ്റോജനസിസ്. ഗമറ്റോജനസിസിൽ വരുന്നതാണ് സ്പെർമറ്റോജനസിസും oogenesis. പിന്നെ പഠിക്കേണ്ടത് മെൻസ്ട്രൽ സൈക്കിൾ, അതിനുശേഷം ഫെർട്ടിലൈസേഷൻ, പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട്, ശേഷം എംബ്രിയോണിക് ഡെവലപ്മെൻറ്റുകൾ, പാർട്ടുറേഷൻ, ലാക്ടേഷൻ എന്നിങ്ങനെയുള്ള സെക്ഷനുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒന്ന് നോക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് പ്രൈമറി സെക്സ് ഓർഗൻ, സെക്കൻഡറി സെക്സ് ഓർഗൻ, എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാവുക. ഒന്ന് പ്രൈമറി സെക്സ് ഓർഗൻ, പിന്നെ ഒന്ന് സെക്കൻഡറി സെക്സ് ഓർഗൻ, പിന്നെ ഒന്ന് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. Primary sex organ, secondary sex organ and external genitalia. അതിൽ ആദ്യം നമുക്ക് പ്രൈമറി സെക്സ് ഓർഗൻ നോക്കാം. എന്താണ് പ്രൈമറി സെക്സ് ഓർഗൻ? ദ ഓർഗൻ ദാറ്റ് പ്രൊഡ്യൂസ് ഗമീറ്റ് ആൻഡ് ഹോർമോൺ. ഒരു ഗമീറ്റും ഹോർമോണും ഉണ്ടാക്കുന്ന അവയവത്തിനെയാണ് നമ്മൾ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയാം. അപ്പോൾ പ്രൈമറി സെക്സ് ഓർഗൻ മീൻസ് ദ ഷുഡ് പ്രൊഡ്യൂസ് എ ഗമീറ്റ് ആൻഡ് എ ഹോർമോൺ. ഒരു ഗാമീറ്റും ഹോർമോണുകൾ ഉണ്ടാക്കുന്ന അവയവത്തിനെയാണ് പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ അങ്ങനെ ഗാമീറ്റും ഹോർമോണും ഉണ്ടാക്കുന്ന അവയവം എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് എ ഗാമീറ്റ് നോൺ ആസ് സ്പേം ആൻഡ് പ്രൊഡ്യൂസ് എ ഹോർമോൺ ദറ്റ് ഈസ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു ഗാമീറ്റും ഒരു ഹോർമോണും ഉണ്ടാക്കുന്ന അവയവത്തിനെയാണ് നമ്മൾ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയാം. ഇനി നമ്മളിത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണെങ്കിലും അവിടെയും ഉണ്ട് പ്രൈമറി സെക്സ് ഓർഗൻ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ഓവറിയാണ്. കാരണം ഓവറി ഉണ്ടാക്കുന്ന ഗമീറ്റ് ആണ് ഓവ എന്ന് പറയാം. അതുപോലെ തന്നെ ഹോർമോൺ ആണ് ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ എന്ന് പറയാം. സോ നമുക്ക് പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ മെയിൽ ഇറ്റ് ഈസ് ടെസ്റ്റിസ്, എ പെയർ ഓഫ് ടെസ്റ്റിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെസ്റ്റിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കണം. ടെസ്റ്റിസ് Testis, it is located outside the abdominal cavity within a pouch called scrotum. ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വയറിന് താഴെ ഒരു പൗച്ച് ഉണ്ട്, ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിലാണ് ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ ബാഗിന് പറയുന്ന പേര് സ്ക്രോട്ടം എന്നാണ് പറയാം. സോ ടെസ്റ്റിസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി വിത്തിൻ എ പൗച്ച് കോൾഡ് സ്ക്രോട്ടം. സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു ബാഗിലാണ് ടെസ്റ്റിസ് ഉണ്ടാവുക. ഓക്കെ, സ്ക്രോട്ടം. ഇനി ഇത് ശരീരത്തിലെ ചൂടിനേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവാണ് സ്ക്രോട്ടത്തിലെ ടെസ്റ്റിസിൻ്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ വി ക്യാൻ ടെൽ ദാറ്റ് ദേ പ്രൊവൈഡ് എ ടെമ്പറേച്ചർ 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ദാൻ ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് ശരീരത്തിലെ ടെമ്പറേച്ചറിനേക്കാളും കുറവാണ്. ഓക്കെ, അപ്പോൾ ദേ പ്രൊവൈഡ് എ ടെമ്പറേച്ചർ 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ദാൻ ബോഡി ടെമ്പറേച്ചർ. ലോവർ ദാൻ ബോഡി ടെമ്പറേച്ചർ, ശരീരത്തിലെ ചൂടിനേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവാണ് ടെസ്റ്റിസിൻ്റേത്. ഇത് നമുക്ക് പറയാം ഈ ടെമ്പറേച്ചർ കുറക്കാൻ സഹായിക്കുന്നത് അവിടെയുള്ള ചില വെയിനുകളാണ്. ആ വെയിനുകൾക്ക് പറയുന്ന പേര് പാംപിനിഫോം പ്ലെക്സസ് എന്ന് പറയും. ഓക്കെ, ഈ ഒരു ടെമ്പറേച്ചർ കുറയ്ക്കാൻ സഹായിക്കുന്ന വെയിനിന് പറയുന്ന പേരാണ് പാംപിനിഫോം പ്ലെക്സസ്. പാംപിനിഫോം പ്ലെക്സസ് വെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ വെയിനാണ് ഈ ഒരു ടെമ്പറേച്ചർ, ഇപ്പോൾ ശരീരത്തിലെ ചൂടിനേക്കാൾ കുറവ് ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വെയിനാണ് പാംപിനിഫോം പ്ലെക്സസ് എന്ന് പറയാം. സാധാരണഗതിയിൽ ജനിക്കുന്നതിന് മുന്നേ, അതായത് അമ്മയുടെ ഗർഭാശയത്തിലിരിക്കുന്ന സമയത്ത് ഒരു ആൺകുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ 8ാമത്തെ മാസത്തിൽ മാത്രമാണ് അബ്ഡോമിനിൽ നിന്ന് സ്ക്രോട്ടത്തിലേക്ക് ടെസ്റ്റിസ് ഇറങ്ങി വരാറുള്ളൂ. നോർമലി അബ്ഡോമനിലാണ് ഈ ടെസ്റ്റിസ് ഉണ്ടാവുക. ഓക്കെ, ഇത് ഫോം ചെയ്യുന്നത് അബ്ഡോമനിലാണ്. ഫീറ്റൽ ലൈഫ്, ഫീറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിനെയാണ് ഫീറ്റസ് എന്ന് പറയാം. അപ്പോൾ ഫീറ്റസിൻ്റെ 8ാമത്തെ മാസത്തിലാണ് ഇത് അബ്ഡോമിനിൽ നിന്ന് സ്ക്രോട്ടത്തിലേക്ക് ഇറങ്ങി വരിക. ഓക്കെ, ഇനി ചിലപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ ചില കുഞ്ഞുങ്ങളിൽ ഈ ടെസ്റ്റിസ് ഇറങ്ങി വരാത്തൊരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷന് പറയുന്ന പേരാണ് ക്രിപ്റ്റോർച്ചിഡിസം എന്നാണ് പറയാം. ദ അൺഡിസെൻഡഡ് ടെസ്റ്റിസ്. ഓക്കെ, ക്രിപ്റ്റോർച്ചിഡിസം എന്ന് പറയും. ക്രിപ്റ്റോർച്ചിഡിസം മീൻസ് അൺഡിസെൻഡഡ് ടെസ്റ്റിസ്, അതായത് ജനിച്ചു കഴിഞ്ഞിട്ടും ടെസ്റ്റിസ് എന്ന് പറയുന്നത് അബ്ഡോമിനിൽ തന്നെയാണ് കാണുന്നത് എങ്കിൽ ആ കണ്ടീഷന് പറയുന്ന പേരാണ് ക്രിപ്റ്റോർച്ചിഡിസം എന്ന്. ഇനി നമുക്ക് ടെസ്റ്റിസിനെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓവൽ ഇൻ ഷേപ്പ്. ടെസ്റ്റിസിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഓവൽ ഷേപ്പാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ടെസ്റ്റിസ് ഈസ് ഓവൽ ഇൻ ഷേപ്പ്. ഓക്കെ, ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് ഏകദേശം പറയുന്നത്
4 to 5 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് പറയാം 4 to 5 സെൻറ്റിമീറ്റർ ഇൻ ലെങ്ത്. 4 മുതൽ 5 സെൻറ്റിമീറ്റർ ആണ് ടെസ്റ്റിസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം 2 to 3 സെൻറ്റിമീറ്റർ ഇൻ വിഡ്ത്ത്. 2 മുതൽ 3 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു തിക്നെസ്, ഇതിൻ്റെ ഒരു കനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ തിക്നെസ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 to 5 സെൻറ്റിമീറ്റർ, 2 to 3 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത്. അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് 3 സെൻറ്റിമീറ്റർ ഇൻ തിക്നെസ്. ഓക്കെ, ഇത് നമുക്കറിയാം ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഒരുപാട് കമ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ടെസ്റ്റിസിനുള്ളിൽ ഒരുപാട് കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ കമ്പാർട്ട്മെൻറ്റുകൾക്ക് പറയുന്ന പേര് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് എന്നാണ് പറയാം. ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ ഒരുപാട് കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ നമുക്ക് പറയാവുന്ന പേര് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് എന്ന് പറയും. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസിൻ്റെ ഉള്ളിൽ 1 മുതൽ 3 വരുന്ന കോയിൽ ചെയ്ത് കിടക്കുന്ന സ്ട്രക്ചർ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറയും. ഓക്കെ, ഈച്ച് ടെസ്റ്റിക്കുലർ ലൊബ്യൂൾ കൺസിസ്റ്റ് ഓഫ് 1 to 3 highly coiled structure. This is highly coiled structure called seminiferous tubules എന്നാണ് പറയാം. ഓക്കെ, ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ. ഈ ടെസ്റ്റിക്കുലാർ ലൊബ്യൂളിൻ്റെ ഉള്ളിൽ 1 മുതൽ 3 വരുന്ന ഹൈലി കോയിൽഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ദറ്റ് ഈസ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ് പറയാം. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ടെസ്റ്റിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എൻട്രൻസിന് പഠിക്കേണ്ടതാണ്. സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ ദേ ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ടെസ്റ്റിസ്. ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചർ കൊടുക്കുന്നതും ഫങ്ഷൻ കൊടുക്കുന്നതുമായിട്ടുള്ള യൂണിറ്റ് ആണ് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ടെസ്റ്റിസിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ട്യൂണിക്ക ആൽബൂജീനിയ എന്നാണ് പറയാം. ട്യൂണിക്ക ആൽബൂജീനിയ എന്ന് പറയും. ഓക്കെ, സോ ടെസ്റ്റിസിനെ കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിന് പറയുന്ന പേര് ഐ എം റൈറ്റിംഗ് ഹിയർ ട്യൂണിക്ക ആൽബൂജീനിയ. ടെസ്റ്റിസ് ഈസ് കവേർഡ് ബൈ എ മെംബ്രെയിൻ കോൾഡ് ട്യൂണിക്ക ആൽബൂജീനിയ എന്നാണ് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് സെമിനിഫറസ് ട്യൂബ്യൂളിനെ കുറിച്ചാണ്. സെമിനിഫറസ് ട്യൂബ്യൂൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു സെമിനിഫറസ് ട്യൂബ്യൂളോടെ റഫായിട്ട് വരയ്ക്കാം. ലെറ്റ് us see the structure of seminiferous tubule. ഇത് ഹൈലി കോയിൽഡ് സ്ട്രക്ചർ ആണെന്ന് കൺസിഡർ ചെയ്യാം. ദിസ് എ സ്ട്രക്ചർ ഓഫ് എ സെമിനിഫറസ് ട്യൂബ്യൂൾ. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഔട്ടർ ലെയർ എന്ന് പറഞ്ഞാൽ ഔട്ടർ ഭാഗം എന്ന് പറഞ്ഞാൽ കവർ ചെയ്തിരിക്കുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ്. ഇറ്റ് ഈസ് കവേർഡ് ബൈ എ ട്യൂണിക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ എന്നാണ് പറയാം. ഇതിനെ പുറമേ കവർ ചെയ്തിരിക്കുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ്. ഞാനിവിടെ ഒരു ഗ്രീൻ ഇങ്കിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണെന്ന് കൺസിഡർ ചെയ്യാം. സോ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആർ കവേർഡ് ബൈ എ ട്യൂണിക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ഇതൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശത്ത് ലൈൻ ചെയ്തിരിക്കുന്ന സെല്ലുകൾ എന്ന് പറഞ്ഞാൽ സെമിനിഫറസ് അല്ലെങ്കിൽ ജെർമിനൽ എപ്പിത്തീലിയം എന്ന് പറയും. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിൽ ലൈൻ ചെയ്തിരിക്കുന്ന സെല്ലുകൾക്ക് പറയുന്ന പേര്, ഓക്കെ, ഇതിനുള്ളിൽ ലൈൻ ചെയ്ത് കിടക്കുന്ന സെല്ലുകൾക്ക് പറയുന്ന പേരാണ് സെമിനിഫറസ് ഓർ ജെർമിനൽ എപ്പിത്തീലിയം. സെമിനിഫറസ് ഓർ ജെർമിനൽ എപ്പിത്തീലിയം എന്നാണ് പറയാം. ഓക്കെ, സെമിനിഫറസ് ഓർ ജെർമിനൽ എപ്പിത്തീലിയം. ഓക്കെ, ഈ സെമിനിഫറസ് ഓർ ജെർമിനൽ എപ്പിത്തീലിയത്തിൽ 2 തരത്തിലുള്ള സെല്ലുകളാണ് കാണാൻ പറ്റുക. സെമിനിഫറസ് ഓർ ജെർമിനൽ എപ്പിത്തീലിയം കൺസിസ്റ്റ് ഓഫ് 2 ടൈപ്സ് ഓഫ് സെൽ. ഒന്ന് സെർട്ടോളി സെൽസ് എന്ന് പറയും, മറ്റൊന്ന് സ്പെർമറ്റോഗോണിയ എന്നും പറയും. 2 സെല്ലുകളാണ് ഉണ്ടാവുക. ഒന്ന് സെർട്ടോളി സെൽസ്, മറ്റൊന്ന് സ്പെർമറ്റോഗോണിയ എന്നും പറയും. സ്പെർമറ്റോഗോണിയ. ഓക്കെ, അതിൽ സ്പെർമറ്റോഗോണിയ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ്. സ്പെർമറ്റോഗോണിയ 2-3 തവണ അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ 2 തവണ മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ കിട്ടുന്നതാണ് സ്പേം എന്ന് പറയാം. സോ സ്പെർമറ്റോഗോണിയ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ആൻഡ് ഫോം സ്പേം എന്ന് പറയും. ഇനി അതുപോലെ തന്നെ സെർട്ടോളി സെൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദേ പ്രൊവൈഡ് ന്യൂട്രീഷൻ ആൻഡ് ഷേപ്പ് ടു ദ സ്പേം. സ്പേമിന് ഷേപ്പും ന്യൂട്രീഷനും കൊടുക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ സെർട്ടോളി സെൽസുകളാണ്. അപ്പോൾ നമുക്കൊന്നും കൂടെ ഈ ഒരു ഭാഗം ഒന്നും കൂടെ ഞാൻ പറയാം. ടെസ്റ്റിസ് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അബ്ഡോമിൻ്റെ താഴെ ഒരു പൗച്ചുണ്ട്. അതിന് പറയുന്ന പേരാണ് സ്ക്രോട്ടം എന്ന് പറയും. സ്ക്രോട്ടത്തിൽ ശരീരത്തിലെ ടെമ്പറേച്ചറിനേക്കാളും 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവാണ്. എങ്കിൽ മാത്രമേ സ്പേം ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ ടെമ്പറേച്ചർ കുറക്കാൻ സഹായിക്കുന്ന വെയിന് പറയുന്ന പേരാണ് പാമ്പിനിഫോം പ്ലെക്സസ് എന്ന് പറയാം. പിന്നെ ജനിക്കുന്നതിന് മുന്നേ ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് അബ്ഡോമനിലാണ് കാണാൻ പറ്റുക. ഓക്കെ, ഏകദേശം 8ാമത്തെ മാസമാകുമ്പോഴാണ്, അമ്മയുടെ ഗർഭാശയത്തിൽ 8ാമത്തെ മാസമാകുമ്പോഴാണ് ഇത് സ്ക്രോട്ടത്തിലേക്ക് ഇറങ്ങി വരിക. ഒരു പക്ഷേ ഇത് ഇറങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, സ്ക്രോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ആ കണ്ടീഷന് പറയുന്ന പേരാണ് ക്രിപ്റ്റോർച്ചിഡിസം എന്ന് പറയും. ഈ കണ്ടീഷന് നമുക്ക് സർജറി ആവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാവുന്നത് ടെസ്റ്റിസിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചറിൽ ഞാൻ പറഞ്ഞു ടെസ്റ്റിസ് എന്ന് പറഞ്ഞ ഒരു ഓവൽ ഷേപ്പാണ്. ടെസ്റ്റിസ് ഒരു ഓവൽ ഷേപ്പാണ്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 to 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത്.
2 to 3 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, അതേപോലെ തന്നെ 3 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ടെസ്റ്റിസ് കവർ ചെയ്തിരിക്കുന്ന ഒരു കവറിംഗ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ട്യൂണിക്ക ആൽബുജിനിയ. ഇന്റേണലി ടെസ്റ്റിസ് ഒരുപാട് കമ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഞാൻ വളരെ കുറഞ്ഞൊരു കമ്പാർട്ട്മെൻറ്റുകൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഏകദേശം 250ഓളം കമ്പാർട്ട്മെൻറ്റുകൾ ടെസ്റ്റിസിൻ്റെ ഉള്ളിലുണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റുകൾക്ക് പറയുന്ന പേര് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ. ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ഇതിന് പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ എന്ന് പറയും. ഇനി ഓരോ ടെസ്റ്റിക്കുലാർ ലൊബ്യൂളിൻ്റെ ഉള്ളിലും 1 മുതൽ 3ഓളം, ഞാനിവിടെ 2 വരച്ചിട്ടുള്ളൂ, 1 മുതൽ 3ഓളം വരുന്ന ഹൈലി കോയിൽഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്നാണ് പറയാം. സെമിനിഫറസ് ട്യൂബ്യൂൾ, ഞാൻ ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ സ്ട്രക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ ദേ ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ടെസ്റ്റിസ്. ഇനി സെമിനിഫറസ് ട്യൂബ്യൂളിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഇതിന് ഉള്ളിൽ ലൈൻ ചെയ്തിരിക്കുന്ന സെമിനിഫറസ് ഓർ ജെർമിനൽ എപ്പിത്തീലിയമാണ്. സെമിനിഫറസ് ഓർ ജെർമിനൽ എപ്പിത്തീലിയം 2 തരത്തിലുള്ള സെല്ലുകൾ അവിടെ കാണാൻ പറ്റും. ഒന്ന് സെർട്ടോളി സെൽസും മറ്റൊന്ന് സ്പെർമറ്റോഗോണിയാണ്. സ്പെർമറ്റോഗോണിയ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ. സ്പെർമറ്റോഗോണിയ മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞിട്ടാണ് സ്പേം ഉണ്ടാവുക. അതുപോലെ തന്നെ സെർട്ടോളി സെൽസ് ആണ് ഇവിടെയുള്ള സ്പേമിന് ന്യൂട്രീഷൻ കൊടുക്കുന്നതും സ്പേമിൻ്റെ ഷേപ്പ് നിലനിർത്താൻ സഹായിക്കുന്നതൊക്കെ സെർട്ടോളി സെൽസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പറയേണ്ട മറ്റു കാര്യമാണ് ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ നമുക്കറിയാം ഔട്ട്സൈഡ് ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ദർ ഇസ് സ്പേസസ് ആർ ദർ. ഓക്കെ, സ്പേസസ് പ്രസന്റ് ബിറ്റ്വീൻ സെമിനിഫറസ് ട്യൂബ്യൂൾ. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂൾ, ഇത് മറ്റൊരു സെമിനിഫറസ് ട്യൂബ്യൂളാണ്. ഇത് സെമിനിഫറസ് ട്യൂബ്യൂൾ, ഇതിന് സെമിനിഫറസ് ട്യൂബ്യൂളാണ്. അപ്പോൾ ഇതിനിടയിലുള്ള സ്പേസുകളുണ്ട്. ഈ സ്പേസുകൾക്ക് പറയുന്ന പേരാണ് സെമിനിഫറസ് സ്പേസിന് പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയും. ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. അപ്പോൾ സ്പേസ് പ്രസന്റ് ബിറ്റ്വീൻ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആർ കോൾഡ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് പറയാം. ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇവിടെ കാണാൻ കഴിയുക കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂ ആണ് നമുക്ക് ഇൻഡസ്ട്രീഷ്യൽ സ്പേസുകളിൽ കാണാൻ പറ്റുക. ഈ കണക്റ്റീവ് ടിഷ്യൂവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന ബ്ലഡ് വെസൽസുകളുമുണ്ട്, അതുപോലെ തന്നെ ലേഡിക് സെല്ലുകളുണ്ട്. 2 കോമ്പോണൻറ്റുകളാണ് നമുക്ക് ഈ കണക്റ്റീവ് ടിഷ്യൂവിൽ ഉണ്ടാവുക. ഒന്ന് ബ്ലഡ് വെസൽസ്, രണ്ടാമത്തത് ഒരു പ്രത്യേകതരം സെല്ലുണ്ട്. ആ സെല്ലിന് പറയുന്ന പേരാണ് ലേഡിക് സെൽ എന്ന് പറയും. ലേഡിക് സെൽ. ഓക്കെ, ഈ ലേഡിക് സെല്ലുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺ ആണ് ആൻഡ്രോജൻ. ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺ. ശ്രദ്ധിക്കുക, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ലേഡിക് സെല്ലിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. ഈ കണക്റ്റീവ് ടിഷ്യൂവിൽ നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള സെല്ലുകളാണ് കാണാൻ പറ്റുക. ബ്ലഡ് വെസൽസും ഉണ്ട്, ലേഡിക് സെൽസും ഉണ്ട്. ഈ ലേഡിക് സെൽസ് ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺ എന്ന് പറയുന്ന പേരാണ് ആൻഡ്രോജൻ എന്ന് പറയും. ആൻഡ്രോജൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയാം. ഓക്കെ, സോ ലേഡിക് സെൽസ് കണ്ടെയ്ൻ എ ഗ്രൂപ്പ് ഓഫ് ലേഡിക് സെൽസ് സെക്രീറ്റ് എ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺ കോൾഡ് ആൻഡ്രോജൻ. Okay, in which the principal hormone is termed as testosterone. ഇതിലുള്ള പ്രിൻസിപ്പൽ ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് പ്രൈമറി സെക്സ് ഓർഗൻ, പിന്നെ ഒന്ന് സെക്കൻഡറി സെക്സ് ഓർഗൻ, പിന്നെ ഒന്ന് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. പ്രൈമറി സെക്സ് ഓർഗൻ മീൻസ് ദേ പ്രൊഡ്യൂസ് എ ഗ്യാമീറ്റ് ആൻഡ് എ ഹോർമോൺ. ഇപ്പോൾ ഇവിടെ ഗ്യാമീറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചു. സ്പെർമറ്റോഗോണിയാണ്, അതായത് സ്പെർമറ്റോഗോണിയ സ്പേമായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതൊരു ഗ്യാമീറ്റ് ആണ്. ഇനി നമുക്കിതിലെ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ് ഇവിടെയുള്ള ഹോർമോൺ. അപ്പോൾ ഗ്യാമീറ്റും ഹോർമോണും ഉണ്ടാക്കിയ അവയവം എന്ന് പറഞ്ഞാൽ അത് ടെസ്റ്റിസ് ആണ്. അടുത്തത് സെക്കൻഡറി സെക്സ് ഓർഗൻ. അപ്പോൾ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ദേ പ്രൊഡ്യൂസ് ഗ്യാമീറ്റ് ആൻഡ് ഹോർമോൺ. ഓക്കെ, അതായത് ടെസ്റ്റിസ് ആണ് പ്രൈമറി സെക്സ് ഓർഗൻ. ഇനി നമുക്ക് പഠിക്കേണ്ടത് സെക്കൻഡറി സെക്സ് ഓർഗൻ ആണ്. സോ ലെറ്റ് us see സെക്കൻഡറി സെക്സ് ഓർഗൻ. സെക്കൻഡറി സെക്സ് ഓർഗൻ. സെക്കൻഡറി സെക്സ് ഓർഗൻ. സെക്കൻഡറി സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞാൽ അവർ പ്രൈമറി സെക്സ് ഓർഗൻ പോലെ ഗ്യാമീറ്റും ഹോർമോണൊന്നും ഉണ്ടാക്കില്ല. ബട്ട് ദേ ഹെൽപ്പ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഇൻ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ കൊടുക്കുന്നവരാണ് സെക്കൻഡറി സെക്സ് ഓർഗൻ. ഓക്കെ, ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് ഗമീറ്റ് ആൻഡ് ഹോർമോൺ, ബട്ട് ദേ ഹെൽപ്സ് ഇൻ റീപ്രൊഡക്ഷൻ. ഈ സെക്കൻഡറി സെക്സ് ഓർഗനിൽ വരുന്നതാണ് ഡക്റ്റ് സിസ്റ്റം എന്ന് പറയും. ഡക്റ്റ് സിസ്റ്റം. ഡക്റ്റ് എന്ന് പറഞ്ഞാൽ ട്യൂബ്. ഡക്റ്റ് സിസ്റ്റം. അതുപോലെ തന്നെ പിന്നൊന്ന് വരുന്നത് അസസറി ഗ്ലാൻഡുകളാണ്. Okay, accessory glands. So duct system and accessory glands are the parts present in secondary sex organ. അപ്പോൾ സെക്കൻഡറി സെക്സ് ഓർഗൻ മീൻസ് ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് ഗമീറ്റ് ആൻഡ് ഹോർമോൺ, ബട്ട് ദേ ഹെൽപ്സ് ഇൻ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ സഹായിക്കുന്നവരാണ് ഇവർ. ഡക്റ്റ് സിസ്റ്റം ആൻഡ് അസസറി ഗ്ലാൻഡ്സ്. നമുക്ക് ഇതിൽ ടെസ്റ്റിസിൽ നമുക്ക് ഡക്റ്റ് സിസ്റ്റം നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പറയുന്നു, നമ്മൾ ഇത് നേരത്തെ ഞാൻ വരച്ച് കാണിച്ചിട്ടുള്ളൊരു പിക്ചറാണ്. ഇത് ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചറാണ്, ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 1 to 3 ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് അവസാനിക്കുന്ന ഈ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ്, ഒരു സ്ട്രെയിറ്റ് എൻഡ് ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് കോൾഡ് ട്യൂബുലൈ റെക്റ്റി എന്നാണ് പറയാം. ട്യൂബുലൈ റെക്റ്റി എന്നാണ് പറയാം. ഓക്കെ, ദ സ്ട്രെയിറ്റ് എൻഡ് ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ. അപ്പോൾ ഡക്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. കേൾക്കുക, ഡക്റ്റ് എന്ന് പറഞ്ഞാൽ ട്യൂബ്. ഡക്റ്റ് സിസ്റ്റം തുടങ്ങുന്നത് ട്യൂബുലൈ റെക്റ്റിയിൽ വെച്ചിട്ടാണ്. സോ ഡക്റ്റ് സിസ്റ്റം സ്റ്റാർട്ട് വിത്ത് ട്യൂബുലൈ റെക്റ്റി. ഓക്കെ, ദെൻ ദേ ഓപ്പൺസ് ഇൻ ടു റെറ്റി ടെസ്റ്റിസ്. ട്യൂബുലൈ റെക്റ്റി പിന്നെ ഓപ്പൺ ആകുന്നത് റെറ്റി ടെസ്റ്റിസ് എന്ന് പറയും. അതിനുശേഷം റെറ്റി ടെസ്റ്റിസ്
ഓക്കെ, റെറ്റി ടെസ്റ്റിസിലേക്കാണ് ഓപ്പൺ ആവുന്നത്. ഇനി റെറ്റി ടെസ്റ്റിസിൽ നിന്ന് അറൈസ് ചെയ്യുന്നതാണ് വാസ ഇഫറൻഷ്യ എന്ന് പറയും. വാസ ഇഫറൻഷ്യ. അപ്പോൾ നോക്കി ഞാനിവിടെ എഴുതാം. ട്യൂബുലർ റെക്റ്റി ഓപ്പൺസ് ഇൻ ടു that is reti testis opens into vasa efferentia എന്ന് പറയും. ഈ വാസ എഫറൻഷ്യയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, വാസ എഫറൻഷ്യ ആണ് ടെസ്റ്റിസിൽ നിന്ന് സ്പേമിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ഇത്രയാണല്ലോ ടെസ്റ്റിസ് ഉള്ളത്. അപ്പോൾ ടെസ്റ്റിസിൽ നിന്ന് സ്പേം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആളാണ് വാസ എഫറൻഷ്യ. ദാറ്റ് കണ്ടക്ട് സ്പേം ഔട്ട് ഫ്രം ദ ടെസ്റ്റിസിൽ നിന്ന് സ്പേം പുറത്തേക്ക് കൊണ്ടുപോകുന്നവരാണ് വാസ ഇഫറൻഷ്യ. സ്പെല്ലിംഗ് നോക്കണം, ഇഫറൻഷ്യ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം നമുക്ക്. ഇത് ടെസ്റ്റിസിലെ സ്ട്രക്ചറിൽ നമുക്ക് ഡക്ട് സിസ്റ്റം ആണ് പറയുന്നത്. ഡക്ട് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ട്യൂബുലർ റെക്റ്റി എന്ന് പറഞ്ഞാൽ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ സ്ട്രെയിറ്റ് എൻഡ് ആണ്. ദാറ്റ് ഓപ്പൺസ് ഇൻ ടു വാസ ഇഫറൻഷ്യ ത്രൂ റെറ്റി ടെസ്റ്റിസ്. അത് വാസ എഫറൻഷ്യയിലേക്ക് പോകുന്നു റെറ്റി ടെസ്റ്റിസിലൂടെ എന്നാണ് പറയുന്നത്. അതായത് ആദ്യത്തെ ഭാഗം ട്യൂബുലർ റെക്റ്റി, പിന്നെ വരുന്നതാണ് റെറ്റി ടെസ്റ്റിസ്, പിന്നെ വരുന്നതാണ് വാസ ഇഫറൻഷ്യ. ഇനി അതിനുശേഷം വാസ ഇഫറൻഷ്യ ഓപ്പൺസ് ഇൻ ടു, ഓക്കെ, വാസ ഇഫറൻഷ്യ പിന്നെ പുറത്തേക്ക് ഓപ്പൺ ആകുന്ന ഒന്നിന് പറയുന്ന പേരാണ് എപ്പിഡിഡൈമിസ് എന്നാണ് പറയാം. എപ്പിഡിഡൈമിസ് ഈ സ്ട്രക്ചറിന് പറയുന്ന പേര്. സോ ഐ എം റൈറ്റിംഗ് ഹിയർ വാസ ഇഫറൻഷ്യ ഓപ്പൺസ് ഇൻ ടു എപ്പിഡിഡൈമിസ് എന്ന് പറയും. എപ്പിഡിഡൈമിസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ സിംഗിൾ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ലൊക്കേറ്റഡ് ഓൺ ദ പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദ ടെസ്റ്റിസ്. ടെസ്റ്റിസിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ഒരു ചുരുണ്ട് കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ് എപ്പിഡിഡൈമിസ് എന്ന് പറയാം. ദേ ആർ ദ സിംഗിൾ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ലൊക്കേറ്റഡ് ഓൺ ദ പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദ ടെസ്റ്റിസ്. ടെസ്റ്റിസിൻ്റെ ബാക്കിലായിട്ട് കിടക്കുന്ന, വളഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ചുരുണ്ട് കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ് എപ്പിഡിഡൈമിസ് എന്ന് പറയാം. എപ്പിഡിഡൈമിസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേം മെച്ചുർ ചെയ്യാം, ഓക്കെ, സ്പേം സ്റ്റോർ ചെയ്യുക. രണ്ട് ഫംഗ്ഷനാണ് എപ്പിഡിഡൈമിസിനുള്ളത്. അത് നമ്മൾ പഠിക്കണം. എപ്പിഡിഡൈമിസിന് രണ്ട് ഫംഗ്ഷൻസുകളാണുള്ളത്. ഒന്ന് സ്റ്റോറേജ് ഓഫ് സ്പേം സ്റ്റോർ ചെയ്യുന്നത് എപ്പിഡിഡൈമിസിലാണ്. അതുപോലെ തന്നെ സ്പേമിന് മെച്ചുറേഷൻ കൊടുക്കുന്നത്, ഓക്കെ, സ്പേമിന് മെച്ചുറേഷൻ കൊടുക്കുന്ന സ്ഥലവും എപ്പിഡിഡൈമിസ് ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം, എപ്പിഡിഡൈമിസിൽ നിന്ന് റൈസ് ചെയ്യുന്ന ട്യൂബിന് പറയുന്ന പേരാണ്, ഓക്കെ, എപ്പിഡിഡൈമിസിൽ നിന്ന് റൈസ് ചെയ്യുന്ന ട്യൂബിന് പറയുന്ന പേരാണ് വാസ് ഡിഫറൻസ് എന്ന് പറയും. സോ എപ്പിഡിഡൈമിസ് ഓപ്പൺസ് ഇൻ ടു, എപ്പിഡിഡൈമിസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ് ഡിഫറൻസ് ആണ്. ഞാനിവിടെ ഇത് മാർക്ക് ചെയ്തിട്ട് തന്നെ എഴുതാം, വാസ് ഡിഫറൻസ്, ഓക്കെ, വാസ് ഡിഫറൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടെസ്റ്റിസിലുള്ള ഡക്ട് സിസ്റ്റം തുടങ്ങുന്നത്. അപ്പോൾ ഡക്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ട്യൂബുലർ റെക്റ്റിയിൽ, അത് കഴിഞ്ഞാൽ പിന്നെ റെറ്റി ടെസ്റ്റിസ് വിച്ച് ഓപ്പൺസ് ഇൻ ടു വാസ ഇഫറൻഷ്യ. വാസ ഇഫറൻഷ്യയിൽ ഞാനൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, സ്പേമിനെ ടെസ്റ്റിസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആൾ വാസ ഇഫറൻഷ്യയാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു എപ്പിഡിഡൈമിസ് എന്ന് പറയുന്ന ഭാഗം ടെസ്റ്റിസിൻ്റെ ബാക്കിൽ കിടപ്പുണ്ട്. ഈ ബാക്കിൽ കിടക്കുന്ന എപ്പിഡിഡൈമിസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ കൺവല്യൂട്ടഡ് സർഫസ് ആണ്. ഇതിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പേം സ്റ്റോർ ചെയ്യുക, അതുപോലെ തന്നെ സ്പേമിനെ മെച്ചുറേഷൻ കൊടുക്കുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. പിന്നെ എപ്പിഡിഡൈമിസിൽ നിന്ന് റൈസ് ചെയ്യുന്ന ട്യൂബിന് പറയുന്ന പേരാണ് വാസ് ഡിഫറൻസ് എന്ന് പറയാം. ഇനി വാസ് ഡിഫറൻസ് എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാനൊന്ന് വരച്ച് കാണിക്കാം. ലെറ്റ് us see. ഓക്കെ, ലെറ്റ് us see വാസ് ഡിഫറൻസ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ടെസ്റ്റിസ് വരയ്ക്കുന്നു. ടെസ്റ്റിസിൽ നിന്ന് റൈസ് ചെയ്യുന്നതാണ്, ഇതാണ് എപ്പിഡിഡൈമിസ്. എപ്പിഡിഡൈമിസിൽ നിന്ന് വരുന്ന ഭാഗമാണ് ട്യൂബുലർ റെക്റ്റി, എപ്പിഡിഡൈമിസിൽ നിന്ന് വരുന്ന ഭാഗമാണ് വാസ് ഡിഫറൻസ്. അപ്പോൾ ഇത് ടെസ്റ്റിസ്, ഇത് എപ്പിഡിഡൈമിസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് വാസ് ഡിഫറൻസ്. വാസ് ഡിഫറൻസ് അസെൻഡ് ഇൻ ടു അബ്ഡോമിനൽ ക്യാവിറ്റി. വാസ് ഡിഫറൻസ് നേരെ കടന്നു പോകുന്നത് നമ്മുടെ അബ്ഡോമനിലേക്കാണ്, ഇത് വയറിലേക്കാണ് കടന്നു പോകുക. കൺസിഡർ ദിസ് ഈസ് ആൻ അബ്ഡോമൻ, ഇത് അബ്ഡോമനാണ്. അപ്പോൾ വാസ് ഡിഫറൻസ് അസെൻഡ് ഇൻ ടു അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്കാണ് ഇത് കടന്നു പോകുന്നത്. വേർ ദ ലൂപ്സ് ഓവർ യൂറിനറി ബ്ലാഡർ, ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഇത് നമ്മുടെ യൂറിനറി ബ്ലാഡർ, ഇതാണ് യൂറിനറി ബ്ലാഡർ. അപ്പോൾ യൂറിനറി ബ്ലാഡറിൻ്റെ മുകളിലൂടെയാണ് ഇവർ കടന്നു പോകുക. സോ ലെറ്റ് us see once more. വാസ് ഡിഫറൻസ് അറൈസ് ഫ്രം എപ്പിഡിഡൈമിസ് ദാറ്റ് അസെൻഡ് ഇൻ ടു അബ്ഡോമിനൽ ക്യാവിറ്റി, ഇത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് കടന്നു പോകും. ഓക്കെ, വേർ ദ ലൂപ്സ് ഓവർ യൂറിനറി ബ്ലാഡറിൻ്റെ മുകളിലൂടെ ഇത് വളഞ്ഞു പോകും. ദ ലൂപ്സ് ഓവർ യൂറിനറി ബ്ലാഡർ വേർ ദ റിസീവ് ഡക്റ്റ് ഫ്രം സെമിനൽ വെസിക്കിൾ. ഇവിടെ സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. അവർ സെമിനൽ വെസിക്കിളിൻ്റെ ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയും. ഇത് സെമിനൽ വെസിക്കിളാണ്. സെമിനൽ വെസിക്കിളിൻ്റെ ഡക്റ്റുമായിട്ട് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയും. ഇജാക്കുലേറ്ററി ഡക്റ്റ്. അടുത്തത് ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഓക്കെ, ഇജാക്കുലേറ്ററി ഡക്റ്റ് ജോയിൻറ്റ് വിത്ത് ഡക്റ്റ് ഓഫ് ദറ്റ് ഈസ് യൂറിനറി ബ്ലാഡറിൻ്റെ ഡക്റ്റുമായിട്ട് ഇവർ ജോയിൻ ചെയ്യും. ഓക്കെ, ദേ റിസീവ് എ ഡക്റ്റ് ഫ്രം ദ യൂറിനറി ബ്ലാഡർ ആൻഡ് ദേ പാസ് ത്രൂ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഓക്കെ, ഇത് പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലൂടെ പാസ് ചെയ്യുക. ഞാനിവിടെ ഒരു റൗണ്ട് സ്ട്രക്ചർ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ദിസ് ഈസ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഓക്കെ, ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡാണ്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലൂടെയാണ്
ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് പാസ് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലൂടെയാണ്. അങ്ങനെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലൂടെ കടന്നു പോകുമ്പോൾ ഇതിന് പറയുന്ന പിന്നീടുള്ള പേരാണ് പ്രോസ്റ്റാറ്റിക് യുറീത്ര എന്നാണ് ഇതിന് പറയാം. പ്രോസ്റ്റാറ്റിക് യുറീത്ര. ഓക്കെ, പ്രോസ്റ്റാറ്റിക് യുറീത്ര. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. അതായത് ഈ വാസ് ഡിഫറൻസ് അറൈസ് ചെയ്യുന്നത് എപ്പിഡിഡൈമസിൽ നിന്നാണ്. പിന്നെ ദേ അസെൻഡ് ഇൻ ടു അബ്ഡോമിനൽ ക്യാവിറ്റി ദാറ്റ് ലൂപ്സ് ഓവർ യൂറിനറി ബ്ലാഡർ. ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന യൂറിനറി ബ്ലാഡർ ആണ്. വേർ ദ റിസീവ് എ ഡക്റ്റ് ഫ്രം സെമിനൽ വെസിക്കിൾ ടു ഫോം ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഇതാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഇജാക്കുലേറ്ററി ഡക്റ്റ് പാസ് ത്രൂ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലൂടെ കടന്നു വരുമ്പോൾ അതിന് പറഞ്ഞ പേര് പ്രോസ്റ്റാറ്റിക് യുറീത്ര എന്നാണ് പറയാം. ഇനി പ്രോസ്റ്റാറ്റിക് യുറീത്ര ഓക്കെ ദെൻ പാസസ് ഓക്കെ പാസ് ത്രൂ മറ്റൊരു ഗ്ലാൻഡും കൂടെ ഉണ്ട്. അതിന് നമുക്കിവിടെ ബൾബോ യുറീത്രൽ എന്ന് പറയും, അല്ലെങ്കിൽ കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്ന് പറയും. ബൾബോ യുറീത്രൽ അല്ലെങ്കിൽ കൗപ്പേഴ്സ് ഗ്ലാൻഡിലൂടെ ഇത് കടന്നു പോകും. ഇതിന് പറയുന്ന പേര് ബൾബോ യുറീത്രൽ ഓർ കൗപ്പേഴ്സ് ഗ്ലാൻഡ്. They pass through bulbourethral or Cowper's gland. Then they opens to outside. ഇതിന് ഇപ്പോൾ പ്രോസ്റ്റാറ്റിക് യുറീത്ര ബൾബോയുറീത്രൽ അല്ലെങ്കിൽ കൗപ്പേഴ്സ് ഗ്ലാൻഡിലൂടെ കടന്നു പോയിട്ട് they opens to outside by an opening called external urethral meatus എന്നാണ് പറയാം. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ യുറീത്രൽ മീറ്റസ് എന്ന് പറയും. ഓക്കെ, സോ നമുക്ക് ഇതാണ് ഈ യുറീത്രയുടെ സ്ട്രക്ചർ. അപ്പോൾ ബൾബോ യുറീത്രൽ ഗ്ലാൻഡിലൂടെ പ്രോസ്റ്റാറ്റിക് യുറീത്ര കടന്നു വന്ന് പുറത്തേക്ക് ഓപ്പൺ ആകുന്ന ഈ ഒരു ഓപ്പണിങ്ങിലൂടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. ഈ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് യുറീത്രൽ മിയാറ്റസ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഇതിന് പറയുന്ന പേര് യുറീത്രൽ മിയാറ്റസ് എന്ന് പറയും. ഓക്കെ, യുറീത്രൽ മിയാറ്റസ് എന്ന് പറയും. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡക്റ്റ് സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ ഡക്റ്റ് സിസ്റ്റത്തിൽ പറയുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ടത് ട്യൂബുലൈ റെക്റ്റിയിൽ തുടങ്ങുന്നു, പിന്നെ അതിനുശേഷം അത് റെറ്റി ടെസ്റ്റിസിലേക്ക് പോകുന്നു, വാസ ഡിഫറൻഷ്യയിലേക്ക് പോകുന്നു, എപ്പിഡിഡൈമസിലേക്ക് പോകുന്നു. എപ്പിഡിഡൈമസ് പിന്നെ കടന്നു വരുന്നത് വാസ് ഡിഫറൻസിലേക്കാണ്. വാസ് ഡിഫറൻസ് പിന്നെ അബ്ഡോമനിലേക്ക് കടന്നു പോയി യൂറിനറി ബ്ലാഡറിൻ്റെ മുകളിലൂടെ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിൻ്റെ മുകളിലൂടെ ലൂപ്പ് ചെയ്യും, വളഞ്ഞു പോകും. വേർ ദ റിസീവ് എ ഡക്റ്റ് ഫ്രം സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിളിൻ്റെ ഒരു ഡക്റ്റുമായിട്ട് ഇവർ സ്വീകരിക്കുന്നു. ഓക്കെ, ഇനി അത് തന്നെ റിസീവ് എ ഡക്റ്റ് ഫ്രം സെമിനൽ വെസിക്കിൾ ആൻഡ് പാസസ് ത്രൂ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലൂടെ കടന്നു പോകുമ്പോൾ അതിന് പറഞ്ഞ പേര് പ്രോസ്റ്റാറ്റിക് യുറീത്രയാണ്. ഇനി ഈ പ്രോസ്റ്റാറ്റിക് യുറീത്ര പിന്നെ നമുക്കറിയാം കൗപ്പേഴ്സ് ഗ്ലാൻഡിലൂടെ കടന്നു പോയിട്ട് പുറത്തേക്ക് ഓപ്പൺ ആകുന്നതിന് പറഞ്ഞ പേരാണ് യുറീത്രൽ മിയാറ്റസ് എന്ന് പറയും. ഓക്കെ, ഇത് അബ്ഡോമനാണ്. ഞാൻ ഈ ഔട്ടർ ബോർഡർ വരച്ചത് ഇത് അബ്ഡോമനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ടെസ്റ്റിസിലുള്ളത്. ഇനി നമുക്കറിയാം അടുത്തത് അസസറി ഗ്ലാൻഡാണ്. അസസറി ഗ്ലാൻഡ്. അസസറി ഗ്ലാൻഡ് കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ. സോ നമുക്ക് അടുത്തത് അസസറി ഗ്ലാൻഡുകളാണ്. നമ്മളിത് രണ്ടും പഠിക്കുന്നത്, അതായത് ഡക്റ്റ് സിസ്റ്റം പറഞ്ഞതും സെക്കൻഡറി സെക്സ് ഓർഗനിലുള്ളതാണ്. അസസറി ഗ്ലാൻഡും ഈ സെക്കൻഡറി സെക്സ് ഓർഗനിലുള്ളതാണ്. അസസറി ഗ്ലാൻഡിൽ വരുന്ന കാര്യങ്ങളാണ് എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ. നമ്മൾ നേരത്തെ കണ്ടിരുന്നു എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ. അതുപോലെ തന്നെ ഒന്ന് നമുക്ക് നോക്കാം, എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ. രണ്ട്, എ പെയർ ഓഫ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. എ പെയർ ഓഫ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. എ പെയർ ഓഫ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. അതുപോലെ എ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. എ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും. ഇവർ മൂന്ന് പേരെയാണ് നമ്മൾ അസസറി ഗ്ലാൻഡ് എന്ന് പറയാം. സോ അസസറി ഗ്ലാൻഡ് കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ, എ പെയർ ഓഫ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്, എ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇവരുടെ സെക്രീഷന് ഒന്നടങ്കം പറയുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. ദെയർ സെക്രീഷൻസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് സെമിനൽ പ്ലാസ്മ എന്ന് പറയും. സെമിനൽ പ്ലാസ്മ എന്ന് പറയും. ഓക്കെ, സോ ഈ മൂന്ന് ഗ്ലാൻഡും കൂടെ സെക്രീറ്റ് ചെയ്യുന്നതാണ് സെമിനൽ പ്ലാസ്മ. അതായത് സെമിനൽ വെസിക്കിൾസ് രണ്ടെണ്ണം ഉണ്ടാവും. ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്ന് പറയും, അതും രണ്ടെണ്ണം ഉണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഈ ഗ്ലാൻഡുകളെല്ലാം സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുക കാൽഷ്യം അയോൺസുകളുണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, അതുപോലെ തന്നെ എൻസൈംസുകളുണ്ട്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് സർട്ടൻ എൻസൈംസ് ഓൾസോ. So seminal plasma consists of calcium, fructose and certain enzymes are there. Okay, എന്താണ് സെമിനൽ പ്ലാസ്മയുടെ ഫംഗ്ഷൻ? They provide nutrition. Okay, നമുക്ക് പറയാം they provide nutrition and fluid medium for the sperm to swim. സ്പേമിനെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഫ്ലൂയിഡ് കൊടുക്കുന്നത് സെമിനൽ പ്ലാസ്മയാണ്. ഓക്കെ, സെമൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പേം എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ടെസ്റ്റിസ് ആണ്. ഓക്കെ, ഈ ടെസ്റ്റിസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലൂയിഡ് മീഡിയം കൊടുക്കുന്നത് ഈ സെമിനൽ പ്ലാസ്മയാണ്. സോ സെമിനൽ പ്ലാസ്മ ദേ പ്രൊവൈഡ് എ മീഡിയം ഫോർ സ്പേം ടു സ്വിം ഇൻ ടു ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ആൻഡ് ഓൾസോ ദേ പ്രൊവൈഡ് ന്യൂട്രീഷൻ. കാരണം ഇതിൽ കാൽഷ്യം, ഫ്രക്ടോസ് ആൻഡ് സർട്ടൻ എൻസൈംസ് ആർ ദർ. ഓക്കെ, കാൽഷ്യം, ഫ്രക്ടോസ്, എൻസൈം ഒക്കെ സെമിനൽ പ്ലാസ്മയിലുണ്ട്. ഇനി നമുക്ക് ഈ സെമിനൽ പ്ലാസ്മയും സ്പേമും കൂടെ ഒന്നിച്ച് പറയുന്ന പേരാണ്, നോക്കാം നമുക്ക്, സെമിനൽ പ്ലാസ്മ along with the sperm. Seminal plasma along with the sperm is called semen എന്ന് പറയും.
ഓക്കെ, സെമൻ എന്നാ പറയാം. സെമിനൽ പ്ലാസ്മ along with sperm is called സെമൻ എന്നാ പറയാം. ഓക്കെ, സെമിനൽ പ്ലാസ്മ along with sperm is called സെമൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്സസറി ഗ്ലാൻഡിലുള്ളത്. ഓക്കെ, ആക്സസറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെമിനൽ പ്ലാസ്മയാണ്. സെമിനൽ പ്ലാസ്മയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രൊവൈഡ് ന്യൂട്രീഷൻ ആൻഡ് എ മീഡിയം ഫോർ സ്പേം ടു സ്വിം ഇൻ ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. അതായത് ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു എൻട്രി ചെയ്യാൻ പറ്റുള്ള ഒരു മീഡിയം കൊടുക്കുന്നത് സെമിനൽ പ്ലാസ്മയാണ്. ഇനി അതിലുള്ള കോമ്പണൻ്റ് ആണ് കാൽഷ്യം, ഫ്രക്ടോസ് ആൻഡ് സർട്ടൻ എൻസൈംസ് ആർ ദെയർ. ഇനി ഈ സെമിനൽ പ്ലാസ്മയും അതോടൊപ്പം തന്നെ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിനും കൂടെ ഒന്നിച്ച് പറയുന്ന പേരാണ് സെമൻ എന്ന് പറയും. ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിലോ അല്ലെങ്കിൽ ഒരു തവണ ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഒരു തവണ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ മെയിൽസിൻ്റെ പെനിസിൽ നിന്ന് ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് കടന്നു പോകുന്നത് ഏകദേശം 200 മുതൽ 300 മില്യൺ സ്പേമുകളാണ്. 200 to 300 മില്യൺ സ്പേമുകളാണ്. അതിൽ ഏകദേശം 60% സ്പേമുകൾക്കും നോർമൽ മോട്ടിലിറ്റി പവർ, നോർമൽ ഷേപ്പും സൈസും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ബാക്കിയുള്ളൊരു 35 to 40% എന്ന് പറഞ്ഞാൽ അതിൽ വിഗറസ് ആക്ടിവിറ്റി ഉള്ളതാണ്. അപ്പോൾ നോർമലി നമുക്കൊരു 60% സ്പേമുകൾക്കാണ് നോർമൽ മോട്ടിലിറ്റി പവറും ഷേപ്പും ഒക്കെ ഉള്ളത്. 40% സ്പേമിനൊന്നും നോർമൽ ഷേപ്പുകളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആക്സസറി ഗ്ലാൻഡുകളിൽ പഠിക്കാനുള്ളത്. എക്സ്റ്റേണൽ ജെനിറ്റാലിയ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ അടുത്തത് പഠിക്കാനുള്ളത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്നുള്ളതാണ്. ലെറ്റ് us see എക്സ്റ്റേണൽ ജെനിറ്റാലിയ. എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് കോൾഡ് പെനിസ്. മെയിൽസിലെ എക്സ്റ്റേണൽ ജെനിറ്റാലിയക്ക് പറയുന്ന പേര് പെനിസ് എന്നാണ് പറയാം. പെനിസ് എന്ന് പറയും. ഈ പെനിസ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എറക്ടൈൽ ടിഷ്യൂ ആർ ദെയർ. എറക്ടൈൽ ടിഷ്യൂ ഉണ്ട് പെനിസിൽ. ഏതൊക്കെ എറക്ടൈൽ ടിഷ്യൂ നോക്കാം നമുക്ക്. അതായത് ഒരു പെയർ കോർപ്പോറ കവർണോസ, കോർപ്പോറ കവർണോസ എന്ന് പറയും. അതുപോലെ തന്നെ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് രണ്ടെണ്ണം പറയാം. 2 കോർപ്പോറ കവർണോസ ഉണ്ട്. അതുപോലെ തന്നെ ഒന്ന് കോർപ്പസ് സ്പോഞ്ചിയോസം, കോർപ്പസ് സ്പോഞ്ചിയോസം എന്നിങ്ങനെ ഉള്ള 2 തരത്തിലുള്ള ടിഷ്യൂസാണ് നമുക്ക് ടെസ്റ്റിസിൽ കാണാൻ പറ്റുക. അതായത് നമുക്ക് നോക്കാം, ഇതിപ്പോൾ ടെസ്റ്റിസിൻ്റെ ഒരു ട്രാൻസ്ഫർ സെക്ഷൻ നമ്മൾ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കാണാൻ കഴിയുന്ന അതായത് ഇത് 2 നമ്മൾ പറയുന്ന പേര് കോർപ്പോറ കവർണോസ എന്നാണ് പറയാം. ഇനി അതുപോലെ തന്നെ ഇവിടെ കാണുന്നതാണ് കോർപ്പസ് സ്പോഞ്ചിയോസം എന്ന് പറയും. അപ്പോൾ ഇത് 2 കോർപ്പോറ കവർണോസും ഇത് കോർപ്പസ് സ്പോഞ്ചിയോസും. ഈ ടിഷ്യൂവിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ശരിക്കും എറക്ടൈൽ ഫംഗ്ഷൻ, അതായത് പെനിസ് എറക്ടൈൽ ആവുക എന്ന് വെച്ചാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് സെമൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷേപ്പിലേക്കാകുന്നത് ഈ ഒരു ടിഷ്യൂവിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, ഈ പെനിസിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഹെൽപ്സ് ഇൻ ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ ആണ് പെനിസിൻ്റെ മെയിൻ ഫംഗ്ഷൻ. എന്താണ് ഇൻസെമിനേഷൻ? ഡെപ്പോസിഷൻ ഓഫ് സെമൻ ഇൻ ടു വജൈന ഓഫ് ഫീമെയിൽ. ഫീമെയിലിൻ്റെ വജൈനയിലേക്ക് സെമൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇൻസെമിനേഷൻ. ആ ഇൻസെമിനേഷൻ കൊടുക്കുന്നത് പെനിസാണ്. ഇനി പെനിസിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു എൻലാർജ്ഡ് ടിപ്പ് ഉണ്ടാവും. ഓക്കെ, ഈ എൻലാർജ്ഡ് ടിപ്പിന് പറയുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ് എന്നാണ് പറയാം. ഈ എൻലാർജ്ഡ് ടിപ്പ് ഓഫ് ദ പെനിസ് ഈസ് കോൾഡ് ഗ്ലാൻസ് പെനിസ് എന്ന് പറയും. ഇനി അതുപോലെ തന്നെ പെനിസിന് കവർ ചെയ്തിരിക്കുന്ന ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ടാവും. പെനിസിന് കവർ ചെയ്തിരിക്കുന്ന ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നിന് പറയുന്ന പേരാണ്, ഇത് പെനിസ് ആണെങ്കിൽ ഇതിന് പെനിസിന് മുകളിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ. ഈ ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നിന് പറയുന്ന പേരാണ് പ്രപ്യൂസ്, PREPUCE, പ്രപ്യൂസ്. ഓർ വി ക്യാൻ ടെൽ ഫോർ സ്കിൻ എന്ന് പറയും, ഫോർ സ്കിൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പെനിസിലുണ്ട്. എക്സ്റ്റേണൽ ജെനിറ്റാലിയക്ക് പറയുന്ന പേരാണ് പെനിസ് എന്ന് പറയാം. പെനിസിൽ കാണുന്ന സ്പെഷ്യൽ എറക്ടൈൽ ടിഷ്യൂ ഉണ്ട്. അതായത് ഒരു പെയർ കോർപ്പോറ കവർണോസയും ഒരു കോർപ്പസ് സ്പോഞ്ചിയോസും ആണുള്ളത്. പെനിസിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ ഇൻസെമിനേഷൻ ആണ്, ഡെപ്പോസിഷൻ ഓഫ് സെമൻ ഇൻ ടു വജൈന ഓഫ് ഫീമെയിൽ. ഇനി അതുപോലെ തന്നെ പെനിസിൻ്റെ അവസാന ഭാഗം തടിച്ചിട്ടാണ്, അതിന് പറയുന്ന പേര് ഗ്ലാൻസ് പെനിസ് എന്നാണ് പറയാം. ഇനി ഈ പെനിസിനെ കവർ ചെയ്തിരിക്കുന്ന ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നിന് പറയുന്ന പേരാണ് പ്രപ്യൂസ് ഓർ ഫോർ സ്കിൻ എന്ന് പറയും. So far we had completed male reproductive system, female reproductive system, female reproductive system. നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പറഞ്ഞതുപോലെ തന്നെ പ്രൈമറി സെക്സ് ഓർഗൺ ഉണ്ട്, സെക്കൻഡറി സെക്സ് ഓർഗൺ ഉണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട്. പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പറയുന്ന ഒന്നാണ് മാമറി ഗ്ലാൻഡ്സ്. അപ്പോൾ നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആദ്യത്തെ ഒരു അവയവം നമ്മൾ പറയുന്നത് പ്രൈമറി സെക്സ് ഓർഗൺ ആണ്. എന്താണ് പ്രൈമറി സെക്സ് ഓർഗൺ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രൈമറി സെക്സ് ഓർഗൺ മീൻസ് ദേ പ്രൊഡ്യൂസ് എ ഗമീറ്റ് ആൻഡ് ഹോർമോൺ.
ഗാമീറ്റും ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുന്ന അവയവത്തിനെയാണ് പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുക. മെയിൽസിലാണെങ്കിൽ ടെസ്റ്റിസിനെയാണ് പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുക. ഫീമെയിൽസിലാണെങ്കിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ഒരു പെയർ ഓവറിയാണ്. ഞാനിവിടെ ഓവറി എന്ന് എഴുതാം. ഓക്കെ, പെയർ ഓഫ് ഓവറി. ഓക്കെ, എ പെയർ ഓഫ് ഓവറീസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഓവറിയുടെ സ്ട്രക്ചർ ഇനി പറയണം. ആദ്യം നമുക്ക് ഓവറിയെ കുറിച്ച് പറയാം. ഓവറി എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻസൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. വയറിലാണ് ഈ ഓവറി കാണാൻ പറ്റുക. ഓവറി ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. So ovary, it is located inside the abdominal cavity. Abdominal ക്യാവിറ്റിയിലാണ് ഓവറി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഓവറിയുടെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ആൽമണ്ട് ഷേപ്പാണ്, ബദാമിനെയൊക്കെ പോലെയാണ്. ആൽമണ്ട് ഷേപ്പാണ് ഓവറി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് 3 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ 1.5 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത്. അതുപോലെ തന്നെ 1 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. സോ 3 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, അതുപോലെ തന്നെ 1.5 സെൻറ്റിമീറ്റർ ഇൻ വിഡ്ത്ത് ആൻഡ് 1 സെൻറ്റിമീറ്റർ ഇൻ തിക്നെസ്. ഇത്രയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയാം. ഇനി ഈ ഒരു ഓവറി കവർ ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിന് പറയുന്ന പേരാണ്, ഓക്കെ, ഓവറി നമുക്കറിയാം ഇറ്റ് ഈസ് കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. ഇതൊരു ഓവറി ആണെങ്കിൽ ഓവറിനെ കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിന് പറയുന്ന പേര് ഇറ്റ് ഇസ് എ കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, വിച്ച് എൻക്ലോസസ് എ സ്ട്രോമ ഇൻസൈഡ്. ഇതിനുള്ളിലുള്ള കോമ്പോണൻറ്റുകൾക്ക് നമ്മൾ പറയുന്നത് സ്ട്രോമ എന്നാണ് പറയാം. ഓക്കെ, ദിസ് ഇസ് സ്ട്രക്ചർ ഓഫ് ആൻ ഓവറി. ഈച്ച് ഓവറി കൺസിസ്റ്റ് ഓഫ് ഈസ് കവേർഡ് ബൈ എ കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് വിച്ച് എൻക്ലോസസ് എ സ്ട്രോമ. ഉള്ളിലുള്ള കോമ്പോണൻറ്റുകൾക്ക് പറയുന്ന പേര് സ്ട്രോമ എന്നാണ് പറയാം. ഈ സ്ട്രോമയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് വെസൽസുകൾ കാണാം, അതുപോലെ തന്നെ ഫോളിക്കിൾസുകളൊക്കെ കാണാം. സോ സ്ട്രോമ കൺസിസ്റ്റ് ഓഫ് ഔട്ടർ കോട്ടക്സ് ആൻഡ് ഇന്നർ മെഡുല. ഈ സ്ട്രോമയുടെ ഔട്ടർ ഭാഗത്തിന് പറയുന്ന പേര് കോട്ടക്സ് എന്ന് പറയും, ഉള്ളിലുള്ള ഭാഗത്തിന് പറയുന്ന പേര് മെഡുല്ല എന്നാണ് പറയാം. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഔട്ടർ കോട്ടക്സ് ആൻഡ് ഇന്നർ മെഡുല്ല ഇസ് ദർ. ഓക്കെ, ഈ ഔട്ടർ കോട്ടക്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുക ഒവേറിയൻ ഫോളിക്കിൾസ് ആണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ് ക്യാൻ ബി സീൻ ഇൻ ദ ഔട്ടർ കോട്ടക്സ് റീജിയൻ. ഓക്കെ, നോക്കാം, ഇത് ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻ്റ് ആണിത്. ഈ ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് ഔട്ടർ കോട്ടക്സിലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ പ്രൈമറി സെക്സ് ഓർഗൻ ആണ് ഓവറി എന്ന് പറയുന്നത്. ഓവറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് ആൽമണ്ട് ഷേപ്പ് സ്ട്രക്ചറാണ്. അതുപോലെ ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം, 1.5 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. തിക്നെസ് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓവറി കവർ ചെയ്തിരിക്കുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുക സ്ട്രോമ എന്നുള്ളതാണ്. സ്ട്രോമയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഔട്ടർ കോട്ടക്സും ഉണ്ട്, ഇന്നർ മെഡുല്ല എന്ന് പറയുന്നതുകൊണ്ട്. ഇനി ഓവറിയുടെ അറ്റാച്ച്മെൻറ്റ്, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഓവറിയുടെ ഒരു ഭാഗം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് യൂട്രസിനായിട്ടാണ്, ഗർഭാശയത്തിനായിട്ടാണ് ഒരു ഭാഗം അറ്റാച്ച് ചെയ്തിരിക്കുന്നതാവുക. അതേപോലെ തന്നെ മറ്റൊരു ഭാഗം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക പെൽവിക് ബോൺ, നമ്മുടെ ഇടുപ്പ് എല്ല് എന്ന് പറയും, പെൽവിക് ബോണുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഈ ഒരു ഓവറി യൂട്രസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന് പറയുന്ന പേരാണ് ഒവേറിയൻ ലിഗമെൻ്റ് എന്ന് പറയും. ഒവേറിയൻ ലിഗമെൻ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് പറയാവുന്നതാണ്, അതായത് ഓവറി ഈസ് അറ്റാച്ച്ഡ് ടു യൂട്രസ് ആൻഡ് പെൽവിക് വാൾ ബൈ ലിഗമെൻറ്റ്. ഓക്കെ, യൂട്രസിനായിട്ടും അതുപോലെ തന്നെ പെൽവിക് വാളുമായിട്ടും ഓവറി അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന് പറയുന്ന പേരാണ് ലിഗമെൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഓവറി യൂട്രസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗമെൻറ്റിനെ നമ്മൾ ഒവേറിയൻ ലിഗമെൻറ്റ് എന്ന് പറയും.